ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിടിച്ചു. എന്നിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ക്യാരറ്റൊക്കെ എടുത്തുകൊണ്ട് പുഴുങ്ങാനിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളി കരുകുരുന്നരിഞ്ഞ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കൂടി മറ്റേ പേസ്റ്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ച് അത് കഴിഞ്ഞ് ബദാം ഇട്ടി ഒരു 3-4 ബദാം അരിഞ്ഞ് വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ചായ ഇട്ട് അവിടെ മൊത്തം ചായ തിളച്ചു പോയി. പിന്നെ ക്ലീനിങ് പരിപാടി അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു. ഒഴിച്ചപ്പോഴും പോയി ഇതേ വേറെ കുറച്ച് അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇല്ലെങ്കിൽ കലാപാവും. അത് കഴിഞ്ഞ് മുട്ട കുറച്ച് പുഴുങ്ങി നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി മുട്ടക്കറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ദോശയുടെ ബാറ്ററി കിട്ടിയപ്പോൾ അതൊക്കെ കലക്കി വെച്ച് ദോശ ഇടാനുള്ള ചട്ടിയൊക്കെ എടുത്ത് വെച്ച് വെളിച്ചെണ്ണയും കണ്ടുപിടിച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ചട്ടിയിലേക്ക് ഒഴിച്ച്. അപ്പോൾ ഇത്രയും ചട്ടപ്പെട്ടൊന്നും ചെയ്യാണ്ട് വെച്ചാൽ എൻ്റെ ചേതവുകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എടുത്ത് ഇവരൊക്കെ പറഞ്ഞ് നിനക്ക് വലിയ കാര്യമായിട്ട് കുക്കിംഗ് അറിയില്ലല്ലോ. എവിടെ നമ്മുടെ കുക്കിങ്ങിൻ്റെ സ്കിൽസ് വരും പിള്ളേർക്ക് അറിയാവും. അവനെ രാവിലെ തന്നെ എഴുന്നേറ്റ് അതൊന്ന് കാട്ടിക്കൊടുക്കാമെന്ന് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് കറിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പിന്നെ മുട്ട കണ്ടുകൊണ്ട് മുട്ടക്കറിയിലേക്ക് അങ്ങോട്ട് സംഭവം സെറ്റാക്കി. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് വേണം നമുക്കിതിന്, പച്ചമുളക് വേണം, അങ്ങനെ സവാള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ആദ്യം ചട്ടിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് സെറ്റായി കിട്ടും. അത് കഴിഞ്ഞ് നേരെ പച്ചമുളക് എടുത്തിടാം. പച്ചമുളകൊന്നും വറുത്ത് ഫ്രൈ ആയി കിട്ടും. അത് അപ്പോൾ കഴിക്കാൻ ഈസി ആയിരിക്കും, ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് സവാളയും ചുവന്നുള്ളിയും കൂടി ഇടാം. അപ്പോൾ അതൊന്നും മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറിൽ കിട്ടും നമുക്ക്. അത് കിട്ടിക്കഴിഞ്ഞ് കുറച്ച് മസാല കാര്യങ്ങളിടാം. അതായത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളിടാം ആവശ്യത്തിന്. പിന്നെ ഉപ്പിടാം. ഇതൊക്കെ ഒന്നിട്ട് ഒന്നും കൂടി നിലയ്ക്ക് പരിപാടി കഴിഞ്ഞിട്ട് പതുക്കെ അതിലേക്ക് തക്കാളി ഇടാം. തക്കാളിയും കൂടി ഇട്ട് ഒന്ന് റെഡി ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമുണ്ട്. പക്ഷേ ആ സാധനം ഇതുവരെ വന്നിട്ടുണ്ടായില്ല. ഇവന്മാർ ബുക്ക് ചെയ്ത സാധനം ബാക്കിൽ കൂടി കൊണ്ടുതരുന്നത് അത് വേറൊരു കഥ. അങ്ങനെ സംഭവം എന്താണെന്ന് വെച്ചാൽ തേങ്ങപ്പാലാണ്. അതങ്ങോട്ട് ഒഴിച്ച് കുറച്ച് നമ്മുടെ കഷ്ണങ്ങൾ സാധനങ്ങളൊക്കെ വാരിയിട്ട് അവസാനം മല്ലിയിലിട്ട് വിതറി കഴിഞ്ഞാൽ പരിപാടി സെറ്റായി. മുട്ടക്കറി ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.